ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഫഹദിന്റെ ആവേശം ആ സിനിമയുടെ ആദ്യ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഇന്ന് വിഷു ദിവസം ഈ പോസ്റ്ററിൽ കാണുന്നത് പോലെ തന്നെ ഒരു തീ തരംഗമാണ് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലാണെങ്കിലും ഒപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസൽ നായകനെത്തിയ ആവേശം എന്ന സിനിമ കൃത്യം 4 ദിവസങ്ങൾ ഇന്നത്തോടെ പിന്നിടുകയാണ്. ചിത്രത്തിന്റെ 4ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ആദ്യമേ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ കളക്ഷൻ വർധന ഇന്ന് ഞായറാഴ്ച നേടിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. 2,05,00,000 ഇന്നലെ ശനിയാഴ്ച ഇതേ സമയം ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് അത് 2,23,00,000 മുകളിലാണ്. അപ്പോൾ ഇന്ന് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിസ്സാരമായിട്ട് 4 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കുകയാണ്. 4-4.5 കോടി റേഞ്ചിൽ ഇന്നത്തോടെ കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ വരുന്ന സിനിമ വെറും 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 14,50,00,000-നും 15 കോടിക്കും ഇടയിൽ 4 ദിവസങ്ങൾ കൊണ്ട് സിനിമ കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. യഥാർത്ഥ കേരള കളക്ഷൻ നാളെ തിങ്കളാഴ്ച അറിയാനായിട്ട് കഴിയും. അതേസമയം വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ 33 കോടി രൂപയാണ് സിനിമ വെറും 3 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും കളക്ഷൻ നേടിയെടുത്തത്. ഇന്നലെ 12 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 13 കോടി രൂപ മുതൽ 15 കോടി രൂപ വരെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 46 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുന്നതാണ്. എന്തായാലും കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫഹദിന്റെ റെക്കോർഡ് വേഗത്തിൽ കളക്ഷൻ മുന്നേറുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായിട്ട് ആവേശം മാറുകയാണ്. 50 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്കും അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആവേശം എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. അൻവർ റഷീദും നസ്രിയ നസീമും ചേർന്ന് നിർമ്മിച്ച സിനിമ കൂടിയാണ്. രംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഫഹദ് നായകനെത്തിയ ആവേശം. കാത്തിരിക്കൂ, ഈ മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്